ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. പേഷ്യൻ്റ് എടുക്കാത്ത പല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടി അവർ ഡോക്ടറിനെ വന്ന് കാണുന്നു. ഡോക്ടർ 1-2 സിറ്റിങ്ങൾ അല്ലെങ്കിൽ അന്ന് തന്നെ ആ ഗ്യാപ്പ് അടച്ച് അവരതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്നു. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റൻറ്റ് കാര്യങ്ങളുടെ പുറകിലാണ്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ടീ, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, ഇൻസ്റ്റൻറ്റ് ആഹാര സാധനങ്ങൾ, അതേപോലെ തന്നെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റുകളും ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള വിടവുകൾ ഉണ്ടാവാനുള്ള കാരണം പലതാണ്. ഒന്നുകിൽ നിങ്ങളുടെ പല്ലുകൾ ഒക്കുപൈ ചെയ്തിരിക്കുന്ന ആ താടിയലിൻ്റെ സൈസ് കൂടുതലാവും, അല്ലെങ്കിൽ പല്ലിൻ്റെ സൈസുകൾ കുറവായിരിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇതിനെ മനസ്സിലാക്കി ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്ററായിട്ട് റിസൾട്ട് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് വിടവുണ്ട്, ഡോക്ടറെ എനിക്ക് ക്രൗൺ ചെയ്യണം അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്, നിങ്ങളുടെ പല്ലിൻ്റെ സൈസിനെ അവർ കുറച്ച് അവിടെ ഒരു ക്രൗണോ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജോ കാര്യങ്ങളോ ആണ് വെച്ച് തരുന്നത്. അപ്പോൾ എന്ത് പറ്റും, നിങ്ങളുടെ നോർമലായിട്ടുള്ള ഇനാമൽ തേഞ്ഞ് കളഞ്ഞിട്ടാണ് അവരുടെ ക്രൗൺ വെക്കുന്നത്. അപ്പോൾ ഭാവിയിൽ അങ്ങനെയുള്ള പല്ലുകൾക്ക് വേദനയോ അതിൻ്റെ കളർ വ്യത്യാസങ്ങളോ റൂട്ട് കനാൽ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളോ ഒക്കെ വരേണ്ടി വരും. നേരെ മറിച്ച് കുറച്ച് ലോങ് ടേം ആയിട്ട് ചെയ്യുന്ന ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അലൈനർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പല്ലിൻ്റെ ഇനാമൽ ഒന്നും അവിടെ തേച്ച് കളയപ്പെടുന്നില്ല. നേരെ മറിച്ച് അതിനെ പ്രോപ്പറായിട്ട് ആ പല്ലുകളെ അടുപ്പിച്ച് കൊണ്ടുവന്ന് ആ ഗ്യാപ്പ് പ്രോപ്പറായിട്ട് അടയ്ക്കും. അങ്ങനെ അടച്ചിട്ടുള്ള ഗ്യാപ്പുകൾ തുറന്നു വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പല്ലുകൾക്ക് യാതൊരു തരത്തിലുള്ള ക്ഷതങ്ങളോ സംഭവിക്കുന്നില്ല. അതുമാത്രമല്ല നിങ്ങളുടെ റിസൾട്ട് വളരെയധികം കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ്.